പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദാനമായി തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. വേദപുസ്തകത്തിൽ 1 പത്രോസ് 5-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ഇന്ന് നീ അവൻ്റെ തന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ സംഭവിക്കും. നിന്റെ ആത്മീക ജീവിതത്തിൽ സംശയങ്ങൾ വരാറുണ്ടോ? വരുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അത് പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ലോകപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കള്ളൻ ഒരു വീട്ടിലേക്ക് കയറുന്ന എന്തിനു വേണ്ടിയാ? അവിടെ ഇരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രമേ ആ കള്ളൻ എടുക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിന്റെ ആത്മീക ജീവിതത്തിലും വിലപിടിപ്പുള്ളത് കർത്താവും നീയും തമ്മിലുള്ള ബന്ധം തന്നെയാണ്. ആ ബന്ധത്തെ മോഷ്ടിക്കുവാൻ വേണ്ടിയാണ് പൈശാചിക മണ്ഡലങ്ങൾ നിന്റെ അടുക്കൽ വരുന്നത്. നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നീ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നിന്നോട് ഒരിക്കലും അടുത്ത് വരത്തില്ല. നിന്റെ ജീവിതത്തിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിക്കുവാനും നിനക്ക് കഴിയുന്നുണ്ടോ? അതോ ഇന്നത് പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയോ? പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്കാണ് പോയതെങ്കിൽ പിശാച് നിന്റെ ജീവിതത്തിൽ നിനക്കെതിരെ കെണിയൊരുക്കി വെച്ചിട്ടുണ്ട്. നിന്റെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. ഏത് ഭാഗത്താണ് നിനക്ക് കുറവ് സംഭവിച്ചു പോയത്? ഇപ്പോൾ തന്നെ മടങ്ങി വരുവാൻ തയ്യാറായാൽ ഏത് പൂട്ടിക്കിടക്കുന്ന അവസ്ഥകളും മാറ്റി നിന്നെ പുറത്തെടുക്കുവാൻ യേശു ശക്തനാണ്. വചനത്തിൽ പറയുന്നു, നിർമ്മതരായിരിക്കുക, ഉണർന്നിരിക്കുക. നിന്റെ ജീവിതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന മന്ദത പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറ്റിവെച്ച് ഉണർന്ന് ശക്തിയെ പുതുക്കുക. എപ്പോഴും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകുമ്പോൾ ഒരിക്കലും പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ തോൽപ്പിക്കത്തില്ല. നിന്റെ ജീവിതത്തിൽ ഏതെല്ലാം പാപത്തിൻ്റെ ശക്തികളാണ് നിന്നെ എതിരെ വരുന്നത്, അവയോട് എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ശക്തിയില്ലേ? ശക്തിയില്ല എങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വചനത്തെ എപ്പോഴും ധ്യാനിക്കുക. നിന്റെ മുന്നിൽ നിന്ന് അവ ലജ്ജിച്ച് നാണിച്ചു പോകുവാനിടയാകും. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ആ സാഹചര്യത്തിൽ പിശാച് അലർന്ന സിംഹമെന്ന പോലെയാ ചുറ്റി നടക്കുന്നത്. നിന്നെ തള്ളിയിടുവാൻ എന്ത് പരിപാടിയും അവൻ നോക്കും. നീ അവയൊന്നും കണ്ട് പേടിക്കണ്ട. നിന്നെ രക്ഷിക്കുവാൻ യേശു കൂടെയുണ്ട്. നിന്റെ ജീവിതത്തിൽ കഷ്ടതയാണോ? പേടിക്കരുത്. അതൊന്നും നിന്നെ തകർക്കുവാനല്ല. ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ അവിശ്വാസം വരാതെ വിശ്വാസത്തിൽ സമ്പത്തുള്ള ആളായി മാറണം. നിന്നെ തകർക്കുവാൻ വരുന്ന പൈശാചിക ശക്തികളെ നീ തോൽപ്പിക്കണം. ഇന്ന് നിന്റെ ജീവിതത്തിലെ ശോധനകൾ നോക്കിയേ. കർത്താവ് അതിലൂടെ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. നിശ്ചയമായിട്ടോ സംഭവിക്കും. വേദപുസ്തകത്തിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്നു ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതാകയാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. നിന്റെ ജീവിതത്തിൽ പാപം വരാതെ വണ്ണം നിന്റെ ശരീരത്തെ മരിപ്പിപ്പാൻ കർത്താവിന് വിട്ടുകൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു എന്ന് വചനം പറയുന്നു. ഉൽപ്പത്തിയിൽ ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതം നോക്കിയേ. പിശാച് ഹവ്വയോട് പറഞ്ഞു എന്താ? വാസ്തവമായി ഈ ഫലം കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുവാനിടയായി. ഫലം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു അവരെ തെറ്റിക്കുവാനിടയായി. അവൻ്റെ തന്ത്രം നോക്കിയേ. സംശയം ഉള്ളിൽ കൊണ്ടുവരും. നിങ്ങൾ സൂക്ഷിക്കുക. ദൈവം കൽപ്പിച്ച കാര്യത്തിന് വിപരീതമായി ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നെങ്കിൽ അവയെ കുടഞ്ഞു കളഞ്ഞ് പുറത്തു വരണം. നിന്റെ ജീവിതത്തിൽ വചനധ്യാനം വർദ്ധിക്കണം, പ്രാർത്ഥന വർദ്ധിക്കണം. അങ്ങനെ ഒരു ജീവിതം നീ മുമ്പോട്ട് നയിച്ചാൽ ഒരിക്കലും നീ തോറ്റുപോകാൻ ഇടയാകില്ല. ദൈവം വിശ്വസ്തനായി കൂടെയുണ്ട്. പരിശുദ്ധ പിതാവേ, ഈ ജനങ്ങൾ പൈശാചിക തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയുടെ മേൽ ജയമെടുക്കുവാൻ അവരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വേദനകൾ, വിഷമങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ജനങ്ങളായി ഇവർ മാറട്ടെ. അവരെ പിന്തുടരും, നശിപ്പിക്കും എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചികമായ തന്ത്രങ്ങളും തകരട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.